അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു നായയുടെ തൊണ്ടയിൽ എല്ല് കുടുങ്ങുകയും ഒരു മുസ്ലിം സ്ത്രീ ആ നായയെ മരണത്തോട് മല്ലടിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തൊരു വാർത്ത. ആ വാർത്തക്ക് താഴെ വന്ന മുസ്ലിം വിരുദ്ധ കമൻറ്റുകൾ, ആ നായയെ സ്പർശിക്കുന്നത് നിഷിദ്ധവും മതത്തിലെന്തോ വലിയ വൻകുറ്റവുമാണ് എന്ന് തോന്നിപ്പിക്കുമാറ്, ജീവികളോട് കരുണ കാണിക്കുന്നത് മതത്തിൻ്റെ അപ്പുറത്തുള്ള മാനവികതയാണ് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ള കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ എന്താണ് ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു സംസാരം നടത്തുന്നത്. നമുക്കാദ്യം ആ വാർത്തയൊന്ന് കേൾക്കാം. തൊണ്ടയിൽ എല്ല് കുടുങ്ങിയ പട്ടിയെ രക്ഷിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് വയനാട് പിണങ്ങോട് സ്വദേശി നസീറ. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം ഉണ്ടായത്. മീഡിയ വണ്ടുമായി അനുഭവം പങ്കുവയ്ക്കുകയാണ് നസീറ. ഫൈസൽ നെടുമ്പാല ചേരും. കഴിഞ്ഞ ദിവസം മനുഷ്യസ്നേഹത്തിന്റെ വലിയൊരു പ്രതീകം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു നായയുടെ ജീവൻ രക്ഷിച്ച പിണങ്ങോടുകാരിയായ നസീറത്തെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് ഈ ഒരു കാഴ്ച കാണുന്നത്? ആദ്യം കാഴ്ച, നമ്മളെ അയൽവാസി താത്ത തൊഴിലുറപ്പ് കഴിഞ്ഞ് വരുമ്പോൾ എന്നോട് ഇങ്ങനെ ഒരു നായ ഉണ്ടായിരുന്നു ഒരു റോട്ടിൽ, അതിൻ്റെ തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, തായർ ഇങ്ങനെ ഒരാളെ രക്ഷിക്കുന്നുണ്ടോ, അവനെല്ലാ ഇതിനും വിളിച്ചാൽ വരും. ഞാൻ പറഞ്ഞു, നമുക്ക് തായറിനോട് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ പെങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത്. അപ്പോൾ ഇവർ ഇവിടുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു നായി എന്തോ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ് അതെന്നെയാന്ന് തോന്നുന്നുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ നായി താഴേക്ക് ഇറങ്ങിപ്പോയി. എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിങ്ങനെ മുഖം വെച്ച് ഒരക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് താഴെ പോയി നോക്കട്ടെ, അത് തന്നെയാണോ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴത്തേക്ക് നായി കയറി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ പറ്റി, ഒന്നും ഇങ്ങോട്ട് വാ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വേഗം കയറി എൻ്റെ അടുത്തേക്ക് വന്ന്. പിന്നെ തൊടാൻ പറ്റൂല എന്നുള്ളതൊന്നും ഞാൻ അന്നേരം നോക്കിയില്ല. എന്തായാലും അത് കഴുകിയാൽ പോകുന്നതല്ലേ. ഞാൻ എന്താക്കി അതിൻ്റെ തലയൊന്ന് വല്ല തൊട്ട് നോക്കി. അപ്പോൾ അത് അവിടെ പതുങ്ങി നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ച് നോക്കി. പിന്നെ എടുക്കാൻ കുറേ സമയം കുടുങ്ങി നിൽക്കുകയാണ്, കിട്ടുന്നില്ല. പിന്നെ അതൊന്നും കൂടെ വായി തുറന്നു തന്ന്. അപ്പോൾ എടുക്കാൻ എളുപ്പമായി. അപ്പോൾ ഞാനെടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് ഇന്നലെ രാവിലെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നോക്കി. പിന്നെ ആ റൂട്ടിൽ നിന്ന് കണ്ടിരുന്നു. അന്നേരം എൻ്റെ മുമ്പിൽ മനുഷ്യന്മാർ നിൽക്കുന്ന മാതിരിണ്ട്. രണ്ട് കാലും മുട്ട് കുത്തിയിട്ട് കൈയും കുത്തിയിട്ട് ഇങ്ങനെ കൈ കൂപ്പി വന്ന പോലെ എൻ്റെ അടുത്തേക്ക് വന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച്. അന്നേരം എൻ്റെ അടുത്തേക്ക് വന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞ ഭക്ഷണം ചോറ് വേണമെങ്കിൽ വാന്നിട്ട് ഇങ്ങോട്ട് വിളിച്ച് ഇവിടെ വന്ന്. പിന്നെ ഇപ്പം അവിടെ നിന്ന് കണ്ടാലും അടുത്തേക്ക് വരികയാണ്. ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെ ആയി അത്. കാരണം ഞങ്ങളൊരു ശ്രദ്ധിക്കാത്തൊരു നായ്ക്കളാണ്. ഒരുപാട് നായ്ക്കൾ ഇതിൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇതും പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല, അറിയുന്ന പോലും ഇല്ല ഏതാണെന്നുള്ളത്. ഇപ്പം ഇതിന് ഒരു വാല് മുറിഞ്ഞ നായ ആയതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം. പക്ഷെ അതിന് വേഗം അറിയുന്നുണ്ട്. വലിയൊരു നന്മ തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വലിയൊരു മെസ്സേജ് തന്നെയാണ് സമൂഹത്തിന് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവിടുന്ന് മോള് വീഡിയോ എടുക്കുന്നത്, ഞാൻ പറഞ്ഞ മോളെ വീഡിയോ എടുക്കരുത്, കാരണം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പം ഞാൻ പറഞ്ഞ മോളെ എടുക്കല്ല എന്നെയെന്ന്. പക്ഷെ ഞാൻ അറിയുന്നില്ല ഇവർ എടുക്കണോ തോന്നുന്നു. അപ്പം ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാന്നുള്ള ഇത് മാത്രമേ നോക്കിയില്ലായിരുന്നു. എന്തായാലും ഒരു നായ്ക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ കാരണമായ നസീറത്തെയാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. ഒരുപാട് പേർക്ക് വലിയൊരു മെസ്സേജ് കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്. ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസ് നെടുമ്പാല, മീഡിയ വൺ, വയനാട്. ഈ വാർത്തക്ക് താഴെ അതിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ മതത്തിനപ്പുറത്തേക്കുള്ള മാനവികത, മതത്തിന് അപ്പുറത്തുള്ള മാനവികതയാണ്, മനുഷ്യത്വമാണ് ഈ സ്ത്രീയിൽ നിന്നുണ്ടായത് എന്ന് മനഃപൂർവമോ അതല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ എഴുതുകയും ഒരു മുസ്ലിം വിരുദ്ധമായ പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ജീവികളോട് കരുണ കാണിക്കുന്നിടത്ത് പോലും അവരുടെ മതം അവർക്ക് തടസ്സമാണ് എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോ അതല്ലെങ്കിൽ അറിയാതെയോ ഇത്തരം ആളുകൾ ഇത്തരം കമൻറ്റുകളിലൂടെ നടത്തുന്ന പരാമർശങ്ങളോട് എന്താണ് ഇസ്ലാമിൻ്റെ വിഷയത്തിലുള്ള നിലപാട് എന്ന് പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നോക്കൂ, ഈ വാർത്ത പ്രചരിപ്പിച്ചത് മനുഷ്യത്വത്തിന് എന്ത് ഹറാം എന്നെഴുതി ഓൺലൈൻ ചാനലുകളിൽ പ്രദർശിപ്പിച്ചവരുണ്ട്. തൊണ്ടയിൽ എല്ല് കഷ്ണം കുടുങ്ങി മരണവെപ്രാളത്തിൽ തെരുവുനായ എത്തിയത് ആ സ്ത്രീയുടെ പേര് കൊടുത്തുകൊണ്ട് അവരുടെ മുന്നിൽ എന്ന് പറഞ്ഞ് വാർത്തകൾ പല ചാനലുകളിലായി ഓൺലൈൻ ചാനലുകളിൽ നമ്മൾ കാണുകയാണ്. പരിശുദ്ധ ഇസ്ലാം നായ ഇത്തരം പ്രയാസം അനുഭവിക്കുന്നു എന്ന കാരണം കൊണ്ട് ഈ നായയെ തീണ്ടാപ്പാടകലെ നിർത്തണം, അതല്ലെങ്കിൽ നായയെ ആട്ടിയോടിക്കണം എന്നൊരു നിലപാട് എപ്പോഴാണ് മുസ്ലിമീങ്ങൾ പറഞ്ഞത്? നോക്കൂ, നായയെ സ്പർശിച്ചു കഴിഞ്ഞാൽ 7 തവണ കഴുകണം എന്നൊരു വിധിയാണ്.
നായ നനവോടുകൂടെ ശരീരത്തിൽ സ്പർശിച്ചാൽ നായ സ്പർശിച്ച ഇടം 7 തവണ കഴുകണം എന്നതൊരു മതവിധിയാണ്. അത് നായ സ്പർശിച്ചു കഴിഞ്ഞാൽ അവിടെ കഴുകിക്കളയുക എന്നതിനപ്പുറത്തേക്ക് അതിനർത്ഥം ഒരു നായ പ്രയാസപ്പെടുന്ന സമയത്ത് നായയെ സഹായിക്കാൻ പാടില്ല, ഒരു നിലക്കും നായയെ ഉപയോഗപ്പെടുത്തിക്കൂടാ എന്നൊന്നും ഇസ്ലാമിന് കാഴ്ചപ്പാടില്ല. കർമ്മശാസ്ത്രത്തിൽ അതിൻ്റെ വിധികളുടെ ആഴങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ലെങ്കിലും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാം, നായാട്ട് നടത്തുന്ന ജീവിയെ നിബന്ധനകളോടുകൂടെ ഭക്ഷിക്കാം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ അർസൽത കൽബക വസമ്മൈത ഫഅംസക വഖതല ഫകുൽ. ഒരു നായയെ ബിസ്മി ചൊല്ലി ആ നായയെ പറഞ്ഞയക്കുകയും അങ്ങനെ നീ ട്രെയിൻ ചെയ്തെടുത്ത നായയാണ്, നായാട്ട് നടത്തി അത് പിടിച്ചു കൊണ്ടുവരുന്ന ജീവിയെ മാനദണ്ഡങ്ങളുണ്ട് എങ്കിൽ പോലും അത്തരം ജീവികളെ ഭക്ഷിക്കാം എന്ന് പോലും പറയുന്ന മതമാണ് ഇസ്ലാം. ഞാൻ ഈ വായിച്ചത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. പോട്ടെ, സമാനമായൊരു സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയ ഒരു സ്ത്രീയുടെ കഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഈ സ്ത്രീ ചെയ്തത് എത്ര വലിയ നന്മയാണ്, അത് മതത്തിൻ്റെ നന്മയാണ്. മറ്റുള്ള ആശയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇത്തരം നന്മകൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളെതിരല്ല. പക്ഷേ മതം എതിരാണ്, ഇതിന് എതിരാണ് എന്ന് പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും മതത്തിൻ്റെ നിയമം എന്ത് എന്ന് കൃത്യമായി നമുക്ക് പറയേണ്ടി വരികയാണ്. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഒരു വളരെ പ്രസിദ്ധമായൊരു ഹദീസുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ബുഖാരി, മഹാനവറുകളുടെ സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്നാണ്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകത്ത് ഏറ്റവും ആധികാരികമായി സ്വീകരിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഒരു സ്ത്രീ ഒരു നായക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്തിൽ പോകുന്ന സംഭവം. ഗുഫിറ ലിംറഅത്തിൻ മൂമിസ, ഒരു സ്ത്രീ, ആ സ്ത്രീ ഫാജിറത്താണ്, തമ്മാടിയാണ്, തമ്മാടിത്തരം ചെയ്ത് നടക്കുന്ന ആളാണ്. അങ്ങനെ ആ സ്ത്രീ ഒരു നായയുടെ സമീപത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ നായ ഒരു കിണറ്റിൻ്റെ സമീപത്ത് നിൽക്കുന്നു. അതിൻ്റെ നാവിങ്ങനെ പുറത്തേക്കിട്ട് ദാഹമുണ്ട്, ശക്തമായ ദാഹമുണ്ട് എന്നതിൻ്റെ അടയാളം ഇങ്ങനെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സ്ത്രീ ഇത് കാണുകയും ശക്തമായ ദാഹം കാരണം മരണവെപ്രാളത്തിലേക്ക് പോകുന്ന ആ നായയെ ഈ സ്ത്രീ പിടിക്കുകയും എന്നിട്ട് ഇവരുടെ കാലിലുണ്ടായിരുന്ന ഹുഫ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ആ ഷൂ അയച്ചെടുക്കുകയും അതിൽ അവരുടെ ഹിമാർ ഫഔസഖതുഹു ബിഹിമാരിഹ, ആ ഷൂ എടുത്ത് അവരുടെ തലയിലുണ്ടായിരുന്ന ശിരസിൽ നിന്ന് അതെടുത്ത് കയറായി കെട്ടി ഈ കിണറ്റിലേക്ക് വെള്ളം കോരാൻ വേണ്ടി ഇറക്കുകയും ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുകയും ഈ നായയെ കുടിപ്പിക്കുകയും ചെയ്യുകയാണ്. ആ കുടിപ്പിച്ചതിൻ്റെ മഹത്വം കാരണം ഗുഫിറ ലഹാ ബിദാലിക, ആ സ്ത്രീകളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു എന്നും സ്വർഗസ്ഥയായി എന്നും ഇത് പരിശുദ്ധ ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഹദീസിൻ്റെ കിതാബുകളിലെല്ലാം ഈ സംഭവങ്ങൾ കാണാം. ഇമാം ബുഖാരി തന്നെ ഇത് വളരെ ആധികാരികമായി അവരുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിനുശേഷം സഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഇന്നലനാ ഫിൽ ബഹാഇമി അജ്റൻ, ജീവികളിൽ, മനുഷ്യേതര ജീവികളിൽ ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ? അവകൾക്ക് സേവനം ചെയ്യുന്നതിൽ, നന്മ ചെയ്യുന്നതിൽ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ജീവികൾക്ക് സേവനം ചെയ്യുന്നതിൽ, നന്മ ചെയ്യുന്നതിൽ പ്രതിഫലമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഏത് പച്ചക്കരളുള്ള ജീവിയിലും ആ ജീവിക്ക് നന്മ ചെയ്തു കൊടുക്കുന്നതിൽ ഫീ കുല്ലി ലാത്തി കബിദിൻ റത്ബത്തിൻ അജ്റുൻ, ഏത് ജീവിക്ക് സേവനം ചെയ്തു കൊടുത്താലും അതിനെല്ലാം നിങ്ങൾക്ക് പാരത്രിക ലോകത്തു നിന്ന് ദൈവീകമായ പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നായയെ തൊട്ട് കഴിഞ്ഞാൽ 7 പ്രാവശ്യം നനവോടുകൂടെ തൊടുന്ന സാഹചര്യത്തിൽ കഴുകണമെന്ന മതവിധിയുണ്ട്. അതിനർത്ഥം ഒരു നായയെ, ആ നായ പ്രയാസപ്പെടുമ്പോൾ പരിഗണിച്ചാൽ നരകത്തിൽ പോകുന്ന, എന്താണ് ഈ പറഞ്ഞു വെക്കുന്നത്? മനുഷ്യൻ്റെ ശരീരത്തിൽ നജസ്, ആ നജസ് ആയിക്കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ സമയത്ത് അതിനെ കഴുകി മാറ്റണം എന്നത് ഒഴിച്ചു നിർത്തിയാൽ നജസ് ശരീരത്തിൽ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഒരു രക്തം, ആ രക്തം നജസാണ്, നജസായ രക്തം ശരീരത്തിൽ പുരട്ടാൻ പാടില്ല. ഇത് മതവിധിയാണ്. എന്നാൽ ഒരാളുടെ ശരീരത്തിൽ നിസ്കാരേതര സമയത്ത് ഒരു അല്പം രക്തം ഉണ്ടായി എന്നതുകൊണ്ട് എന്താ പ്രശ്നം? അവരുടെ ശരീരത്തിൽ
സാഹചര്യങ്ങൾ, ജോലികൾ അതുമായൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് ആവശ്യാനുസരണം നജസുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് മതത്തിൽ എന്താണ് പ്രശ്നം? മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ നായയുടെ വിഷയത്തിൽ നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴിക്കണമെന്ന മതവിധിയുണ്ട്. എന്നാൽ നായയെ വളർത്താൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. ഞാനതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. സമാനമായ ഒരു സംഭവം പറഞ്ഞ്, നിങ്ങൾ ആത്മീയ ലോകത്ത് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്ത മഹാപ്രതിഭയെ പരിചയപ്പെടേണ്ടതുണ്ട്. മഹാനായ അഹ്മദുൽ കബീറുർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ കേൾക്കാത്തവരുണ്ടാവില്ല. ഇസ്ലാമിക ആധ്യാത്മിക ലോകത്ത് തിളങ്ങി നിന്ന മഹാനാണ്. മഹാനായ അഹ്മദുൽ കബീർ തങ്ങളുടെ ചരിത്രത്തിൽ നായയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം, നൂറുൽ അബ്സാർ ഫി മനാഖിബി ആലി ബൈത്തിൻ നബിയിൽ മുഖ്താർ എന്ന് പറയുന്ന അഹ്ലു ബൈത്തിൻ്റെ സയ്യിദന്മാരുടെ മഹത്വം പറയുന്ന ഒരു ഗ്രന്ഥം, അതിൽ മഹാനായ അൽ അർബഅത്തുൽ അഖ്താബ്, അൽ അഖ്താബുൽ അർബഅ, അവരുടെ മഹത്വം പറയുന്ന ഭാഗത്ത് 253-ാമത്തെ പേജിൽ ഇങ്ങനെ വായിക്കാൻ കഴിയും നമുക്ക്. വമിൻ മകാരിമി അഖ്ലാഖിഹി, മഹാനവറുകളുടെ ശ്രേഷ്ഠമായ സ്വഭാവത്തെ പരിചയപ്പെടുത്തുകയാണ്. അന്ന കൽബൻ ഹസ്വല ലഹു ജുദാമുൻ ഫസ്തഖദറതുഹു നുഫൂസു അഹ്ലി ബലദിഹി വസ്വാറ കുല്ലു വാഹിദിൻ യത്റദുഹു അൻ ബാബിഹി ഫഅഖദ സയ്യിദി അഹ്മദുർ റിഫാഇ വഖറജ ബിഹി ഇലൽ ബർരിയ. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ഒരു കുഷ്ഠരോഗം പിടിച്ച നായയെ കാണുകയാണ്. അങ്ങനെ ആ നായയെ മഹാനവറുകൾ വിജനമായൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആളുകളൊക്കെ അവരുടെ വീടിൻ്റെ വാതിലുകളിൽ നിന്ന് കല്ലെടുത്തെറിയുന്ന, അവർ വിദൂരത്താക്കുന്ന നായയാണ്. കാരണം കുഷ്ഠരോഗം പിടിച്ചിട്ടുണ്ട്. ഈ നായയെ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ തങ്ങൾ ആരുമില്ലാത്ത വിജനമായൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വദറബ അലൈഹി മിളല്ല, മഹാനവറുകൾ അതിനൊരു ടെൻറ്റ് കെട്ടുകയാണ്. അതിന് വിശ്രമിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ടെൻറ്റ് ഉണ്ടാക്കുകയും ശേഷം വസ്വാറ യഅ്കുലുഹു വഇയ്യാഹു വയസ്ഖീഹി വയദ്ദഹിനുഹു ഹത്താ അഫാഹു അല്ലാഹു മിനൽ ജുദാമി ബഅദ 40 യൗമൻ. 40 ദിവസം ആ നായയെ പരിചരിക്കുകയാണ്. ലോകത്ത്, ആധ്യാത്മിക ലോകത്ത് അത്രയും വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രമാണ് മഹാനായ അഹ്മദുൽ കബീർ തങ്ങൾ. ആ അഹ്മദുൽ കബീർ റിഫാഇ തങ്ങൾ നായക്ക് 40 ദിവസം ആ നായയെ ശുശ്രൂഷിക്കുകയാണ്, വേണ്ട പരിചാരങ്ങൾ നൽകുകയാണ്, അതിനോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ 40 ദിവസത്തിൻ്റെ ശേഷം ഫസഖന ലഹു മാഅൻ വഗസലഹു വദഖല ബിഹിൽ ബലദ, ആ നായയെ കുളിപ്പിക്കുകയും വെള്ളം ചൂടാക്കി മനോഹരമായി കുളിപ്പിച്ച് വൃത്തിയാക്കി ഈ നായയുമായി നാട്ടുകാരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഫഖീല ലഹു, മഹാനവറുകളോട് ആളുകൾ ചോദിച്ചു, അതഅതനി ബിഹാദൽ കൽബി ഹാദൽ ഇഅ്തിനാഹ കുല്ലഹ, എന്തിനാണ് നിങ്ങൾ ഈ നായയെ ഇങ്ങനെ പരിചരിക്കുന്നത്, ഇത്രമാത്രം ഇതിനെ എന്തിനു വേണ്ടിയാണ് പരിഗണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഫഖാല നഅം ഖിഫ്തു അൻ യുആഖിദനി അല്ലാഹു യൗമൽ ഖിയാമ വയഖൂല അമാ ഇൻദക റഹ്മത്തുൻ ലിഹാദൽ കൽബ് അമാ തഖ്ശാ അൻ അബ്തലിയക ബിമബ്തലൈതു ബിഹി ഹാദൽ കൽബ്. അല്ലയോ ഷെയ്ഖ് റിഫാഇ, ഈ നായയോട് കരുണ കാണിക്കാനുള്ള മനസ്സെന്തുകൊണ്ട് നിങ്ങൾക്കുണ്ടായില്ല? ഈ നായക്ക് കൊടുത്ത അതേ രോഗം നിങ്ങൾക്കും തരില്ല എന്ന് നിങ്ങളെങ്ങനെയാണ് നിർഭയനായത്? നിങ്ങൾക്ക് ഞാൻ ഇതേ രോഗം നൽകിക്കൂടാ എന്നതിൽ നിന്ന് നിങ്ങളെങ്ങനെയാണ് നിർഭയനായത്? ഈ ചോദ്യം ഭയപ്പെട്ടുകൊണ്ടാണ്, അള്ളാഹു നാളെ എന്നോട് പാരത്രിക ലോകത്ത് ചോദിക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ നായയെ പരിചരിച്ചതും 40 ദിവസം അതിനെ ശുശ്രൂഷിച്ചതും എന്ന് പറയുന്നത് അഹ്മദുൽ കബീർ റിഫാഇ തങ്ങളാണ്. ഇത് ഇസ്ലാമിക പാരമ്പര്യമാണ്. അതുകൊണ്ട് ഏത് ജീവിയെയും ആ ജീവിക്ക് സേവനങ്ങൾ ചെയ്തു കൊടുക്കുക, അതിന് വെള്ളം കുടിപ്പിക്കുക, ഭക്ഷണം നൽകുക, ഇത് മതത്തിനപ്പുറത്തുള്ള മാനവികതയല്ല. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ ഒരാൾ ഏതോ ഒരുത്തൻ ഒരു നായയെ വാഹനത്തിൻ്റെ പുറകിൽ കെട്ടിക്കൊണ്ടുപോയി ഒരു സംഭവം കുറച്ചു മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ വിവാദമായിരുന്നു. അന്ന് പറഞ്ഞത് അത് സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണ്. അതായത് ഇത് മുസ്ലിങ്ങളുടെ ഒരു ആചാരമാണ് നായകളെ ദ്രോഹിക്കൽ എന്ന് വരുത്തി തീർക്കുന്നത് കേരളത്തിലെ നാസ്തികരടക്കമാണ്. അതുകൊണ്ട് മതത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ഏത് ജീവിയെയും പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കണം. അത് നായയായാലും ആ നായക്കും ദാഹിക്കുമ്പോൾ വെള്ളം കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, ഇതിനെല്ലാം ദൈവികമായ മാർഗത്തിൽ നിന്നുള്ള പ്രതിഫലമുണ്ട് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അത് തന്നെയാണ് ഇസ്ലാമിക ലോകം ഇന്നുവരെ അനുവർത്തിച്ചു പോകുന്നത്.
അതുകൊണ്ട് ഇതൊന്നും മതത്തിനപ്പുറത്തേക്കുള്ള മാനവികതയല്ല, മതം പഠിപ്പിക്കുന്ന മാനവികതയാണ്. ആ മതം പഠിപ്പിക്കുന്ന മാനവികത അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്നത് എൻ്റെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു സംസാരം നമുക്ക് നടത്തേണ്ടി വന്നത്. ഇത് സാധാരണക്കാരായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയുന്ന കാര്യമായിരിക്കും. പക്ഷേ നൂറുകണക്കിന് ആളുകൾ ഷെയർ ചെയ്യുന്ന, ആയിരക്കണക്കിന് ആളുകൾ ലൈക്ക് ചെയ്യാൻ, ഹറാമാണെങ്കിൽ എന്ത്, ഇത് തെറ്റാണെങ്കിൽ എന്ത്, അതിനപ്പുറത്തേക്കല്ലേ മാനവികത എന്ന് പറഞ്ഞ് മതനിയമം ഇതിനെല്ലാം എതിരാണ് എന്ന് വരുത്തി തീർക്കുന്ന നിലപാടുകൾ അതൊരിക്കലും സ്വീകാര്യമല്ല. അത് മതത്തിൻ്റെ രീതിയല്ല. ഇത് മതത്തിനപ്പുറത്തേക്കുള്ള മാനവികതയല്ല, മതത്തിനകത്തുള്ള മാനവികതയാണ് എന്ന് മാത്രം സൂചിപ്പിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.